സദ്ഗുരുവേ ശരണം. ഗുരുമാർഗം പ്രകാശ് സഭയുടെ ഗുരുപഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി വന്നിരിക്കുന്നത് ശ്രീ വിനായകൻ സാറാണ്. പുതുതലമുറയ്ക്ക്, ആശ്രമവിശ്വാസത്തിൻ്റെ പുതുതലമുറയ്ക്ക്, അതായത് കഴിഞ്ഞ 25-30 കൊല്ലത്തിനകത്ത് പ്രായമുള്ള യുവതലമുറയ്ക്ക് ഇദ്ദേഹത്തെ പരിചിതനല്ലെങ്കിലും ആശ്രമ പരമ്പരയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതനും ഗുരുവിൻ്റെ സന്തത സഹചാരിയുമായിരുന്നു ശ്രീ വിനായകൻ സാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ ജീവിക്കുകയും ഗുരുവിൻ്റെ യാത്രകളിലും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിന കാര്യത്തിലെല്ലാം കൂടെ നിൽക്കുകയും ഗുരു ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗുരു പറഞ്ഞ് നിർത്തുന്നിടത്തുനിന്ന് ഗുരു ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയത്തക്ക ഒരു രീതിയിൽ സംസാരിക്കാനും വിശ്വാസികൾക്ക് കാര്യങ്ങൾ അടുക്കടുക്കായി പറഞ്ഞ് മനസ്സിലാക്കി തരാനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ വിനായകൻ സാർ. സാറാണ് നമുക്ക് ഗുരുപഥത്തിൽ അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. സാറിനോട് ചോദിച്ചിട്ട് ആ കാലത്ത് ഗുരു ഓരോരോ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചത് എന്താണ്, അങ്ങനെ അദ്ദേഹത്തിന് ഗുരുവായിട്ടുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിന് ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവുകളും നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായി ശ്രീ വിനായക സാറിനെ സ്നേഹപൂർവ്വം അതിലേറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ട് സാറിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാറ് ഗുരുവിനെ കണ്ട ആ കാലം. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 14 വയസ്സ് പോകും. അപ്പം മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ 8 പേരാണ് വീട്ടിലുള്ളത്. അച്ഛൻ്റെ പിതൃവിന് മുക്തി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തിലഹമനം, ശുദ്ധീകരണം, ക്ഷേത്രപിണ്ഡം, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ വീട്ടിലെന്തെങ്കിലും ആവശ്യമായിട്ട് ഒരു ജ്യോത്സ്യനെ പോയി കണ്ടാൽ ഉടനെ ആദ്യം പറയുന്നത് പിതൃശുദ്ധി ഇല്ലെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഇവിടെ പോയി അങ്ങനെ പല കാര്യങ്ങൾക്ക് പലയിടത്ത് പോയി അവസാനം ഒരു ആത്മജ്ഞാനിക്ക് സ്വന്തം ജ്ഞാനാഗ്നിയിൽ പിതൃക്കളുടെ കർമ്മത്തെ ദഹിപ്പിച്ച് മോചനം കൊടുക്കാമെന്നല്ലാതെ വേറെ ഒരു കർമ്മവും അങ്ങോട്ട് ഏൽപ്പിച്ചാലും മനസ്സിലായി. അങ്ങനെ ഒരു ആത്മജ്ഞാനി അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ചെങ്കോട്ടൂൺ ആശ്രമത്തിൽ പോയി. സത്യാനന്ദ സരസ്വതി അവിടെ കുറച്ചാളിരിക്കുമ്പോൾ ഇങ്ങനെ പോത്തൻകോട്ടൻ ആശ്രമം ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ ഞാൻ ചെങ്കോട്ടൂൺ ഇവിടെ എത്തി, പോത്തൻകോടെത്തി. ഞാൻ ചെല്ലുമ്പോൾ ഒരു 5-6 പേരേ ഉള്ള ആശ്രമത്തിൽ. ഒരു ഇങ്ങനെ ഒരാൾ വന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പോലെ ചെന്നു, നമസ്കരിച്ച് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അതും കഴിഞ്ഞ് വൈകിട്ട് പോകാൻ ചോദിച്ചപ്പോൾ സമയം കിട്ടുമ്പോൾ ഇറങ്ങത്തില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങുമെന്നും പറഞ്ഞു. ഞാനന്ന് കൊല്ലത്താണ് താമസം പോയി. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വന്നു, രാവിലെ എത്തി. വന്നപ്പോൾ അവിടെ സാറ് പറഞ്ഞിട്ട് ആദ്യം വരുമ്പോൾ ഗുരു ഇങ്ങനെ ദോശ എന്തോ കഴിക്കുന്നു, അതൊന്ന് പറയാം. ഞാൻ കേട്ടു, ദോശ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പ്രഭാത ഭക്ഷണം. അപ്പം ഗുരു ഇത്രയും കഴിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യം ഗുരു നേരത്തെ കൊച്ചിലെ പറഞ്ഞു കേട്ടു. അത് പിന്നെയാണോ? അല്ലല്ല, അത് കുറേ ദിവസം കഴിഞ്ഞിട്ട്. അതായത് അത് രസമുള്ള കാര്യം. അപ്പോഴേ അടുത്ത ദിവസം വന്നപ്പോഴും അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉടനെ വിളിപ്പിക്കും. എന്നിട്ട് ആ പർണശാലയുടെ തെക്കുവശത്ത് ഒരു ചാക്ക് നൂത്തിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ചായ വന്നു, എന്താ മിച്ചർ എന്താ കഴിഞ്ഞു ഗുണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം പാൻ പിന്നെയും ചോദിച്ചു സമയമുള്ളപ്പോൾ ഇറങ്ങണം. അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്നിപ്പോൾ എനിക്ക് ഞങ്ങളുടെയൊക്കെ നമ്മുടെ വിവാഹത്തിന് ഈ കാരണവന്മാരെ കാലെ തൊട്ടുവിടുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല സന്യാസിമാരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു, ആരെയും കാലെ തൊട്ടുവിടാൻ കഴിഞ്ഞിട്ടില്ല, മനഃപൂർവ്വമല്ല. അപ്പം ഞാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പലരും ഇങ്ങനെ വരുന്നു, ചന്ദനത്തിരി എന്തോ കൊണ്ടു കൊടുക്കുന്നു, കാലെ തൊട്ടുവിട്ട് പോകുന്നു. അപ്പോൾ ഒരു അമ്മ ഒരു 19 വയസ്സമേ വരും. അവരെ കാലെ തൊട്ടുവിട്ട് എണീറ്റ് പോകും. ഗുരു പറയുന്നു അന്ന് അവിടെ മരുന്നുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൊട്ടൻ ചുക്കാതെ എണ്ണ വാങ്ങിച്ച് മുട്ടയിലിട്ടു എന്ന് പറഞ്ഞു. അവരും പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഗുരു അവരൊന്നും പറഞ്ഞില്ലല്ലോ, ഗുരുവിനെന്താ ഇത് പറയാൻ കാര്യം? അവരെന്നെ തൊട്ടപ്പോൾ എന്നെ മുട്ട് വേദനിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എക്സ്റേ, ബയോപ്സി, സ്കാനിങ് തുടങ്ങി ഒരുപാട് മാർഗ്ഗമുണ്ട് രോഗം കണ്ടുപിടിക്കാൻ. അസുഖമുള്ള കണ്ണ് വെച്ചിട്ട് മറ്റേ കണ്ണെടുക്കും, അതാ ചികിത്സ. ഇത് തൊട്ടപ്പോൾ രോഗം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, കുനിഞ്ഞ് കാലിലേക്ക് പിടിച്ചു. യാന്ത്രികമായിട്ട് എനിക്ക് സ്വതः ചെയ്യാൻ തോന്നുന്നില്ല. കാലെ പിടിച്ചപ്പോൾ ഈ ടെലിഫോൺ വയറിൽ പിടിക്കുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട്, കറണ്ടുണ്ട്, അതുപോലൊരു തരിപ്പ് പുറത്തോട്ട് കയറുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ നോക്കി, എൻ്റെ മുഖത്ത് നോക്കി. അത് കഴിഞ്ഞ് വിട്ടു. ശരി, വൈകിട്ട് പോയി. ഇപ്പോൾ പിന്നിങ്ങനെ പലപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം പറഞ്ഞ് ശരിയാണ്, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദോശ എന്തോ തിന്നുന്നത്. അപ്പം നല്ല കുറച്ച് വയറൊക്കെ ഉണ്ട്, ആരോഗ്യമുണ്ടോ. ഞാൻ ചോദിച്ചു, ഗുരുവിന് ഇത് മതിയാവുമോ?
ഇത്രയും തന്നെ അവർ കൊണ്ടുവച്ചുകൊണ്ടാണ് കഴിച്ചത്, ഇത്രയും എനിക്ക് ഇത്രയും തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത്രയും മതിയൊന്നും ഞാൻ ചോദിച്ചില്ല, മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴാണ് എന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം പോയി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുവിൽ അസാധാരണമായ അമാനുഷികമായ കാര്യങ്ങൾ പലതും ഉണ്ടെന്ന് മനസ്സിലായിട്ട്. ഒരു മനുഷ്യന് കിട്ടേണ്ടത് ഈ അണിമ മഹിമ ഗരിമ എന്ന് തുടങ്ങിയിട്ട് അഷ്ടൈശ്വര്യ സിദ്ധി എന്നൊരു സംഗതിയുണ്ട്. അപ്പം ഗുരു കാണിച്ച സ്നേഹവും സ്വാതന്ത്ര്യവും വെച്ച് ചോദിച്ചാൽ തരുമെന്നുള്ളതുകൊണ്ട് ഞാൻ വേസ്റ്റ് റോഡിലിറങ്ങി അവിടെ ഈ ഓറഞ്ച് വിൽക്കുന്നിടത്ത് ഒരു വലിയ ഓറഞ്ച് നോക്കി അവൻ ചോദിക്കുന്ന പൈസയും കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോത്തൻകോട് ബസ്സിൽ കയറി പോത്തൻകോട് ഇറങ്ങി അവിടെ നിന്ന് ആട്ടോ വിളിച്ച് ആശ്രമത്തിലെത്തി. അന്ന് ആട്ടോയ്ക്ക് കാശ് കുറവ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കാമക്രോധ ലോഭ മോഹാദികളാകുന്ന അഷ്ടരാഗങ്ങൾ പോകട്ടെ, അഷ്ടൈശ്വര്യ സിദ്ധി വരട്ടെ എന്ന്. വേറെ ഒരു ചിന്തയില്ല. ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ പഠനശാലയുടെ പതി തുറന്ന് ഞാൻ ചെന്ന ഉടനെ, സാധാരണ ചെന്ന ഉടനെ കഥ തുറന്ന് ഇറങ്ങി വരും. ഞാനൊരു 10-15 മിനിറ്റ് അവിടെ നിന്ന്. അപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് അപ്പം ഞാൻ ഈ ഭിത്തിയെ ചാരി ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. ഗുരു ഇറങ്ങി വന്ന് എൻ്റെ ഇന്ന് ഓറഞ്ചങ്ങ് വാങ്ങിച്ചു. എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റിയില്ല. എന്നിട്ട് കസേരയോട്ടം കയറുന്നു. അപ്പം ഞാൻ പറയാൻ തോന്നി, ഞാനെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു കാര്യം ചെയ്താൽ മതി. നമുക്കൊരു വീടുണ്ട്, അത് മണ്ണ് വെച്ച് ഭിത്തിയാണ്, അത് വാർക്കണം. വാർത്താൻ ഇരിക്കത്തില്ല. അതിനെന്ത് ചെയ്യണം, 4 മൂലയ്ക്കൊരു തൂണ് വാർക്കണം. വാർത്തിട്ട് വാർക്കാം. അതെ എന്ന് പറഞ്ഞ പോലെ എല്ലാം കിട്ടും. ഇപ്പോൾ കിട്ടിയാൽ നമ്മുടെ ശരീരം താങ്ങും, ജീവൻ ഇരിക്കത്തില്ല. അതുകൊണ്ട് വേണ്ട സമയത്ത് കിട്ടും. അപ്പോഴാണ് സമാധാനമായി. അതൊരു സംഭവം. സാരഥാർത്ഥത്തിൽ ചോദിച്ചില്ല, അല്ലാതെ തന്നെ പറയുവാണ്. ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. ഞാൻ പറയാൻ ഒരുങ്ങി. ഞാനൊരു സങ്കല്പത്തിൽ വരികയായിരുന്നു. ഞാനെന്ന് പറഞ്ഞപ്പോഴേത് പറഞ്ഞാൽ അത് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്താ ഇത് മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരു മനസ്സിലാക്കുന്നു. പക്ഷേ വേറെ കാര്യമുണ്ട്. പിന്നെ ഗുരു ഇരുന്ന സ്ഥലമുണ്ടല്ലോ, കെട്ടിടത്തിൻ്റെ സൈഡിൽ നിന്ന്. അവിടുന്ന് ഗുരു ഇറങ്ങി, ഞാനും പുറകെ വരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൂരെ ആരോ സംസാരിക്കുന്ന ശബ്ദം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ശബ്ദമാണ്. ഞങ്ങളിങ്ങനെ നടന്നില്ല, ആയുർവേദ നിലയിൽ നടന്ന പാറയുടെ അവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര ദൂരെ നിന്ന് സംസാരിക്കുന്നതും ഗുരുവിന് കേൾക്കാൻ സാധിക്കും. എനിക്കത് ബോധ്യപ്പെടുത്തി തരിക പറയത്തില്ല. ഈ 20 വർഷത്തെ നമുക്ക് ഗുരുവിനടുത്ത് പരിപാലിക്കാൻ സമയം കിട്ടിയില്ല. ഒരൊറ്റ കാര്യം പോലും ഞാൻ അങ്ങനെ ചെയ്തെന്നോ ചെയ്യുമെന്നോ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. മരിച്ചവർ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ സർജറിക്കൊക്കെ പോകാൻ പേടിയായവർക്ക് സർജറി പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കാൻ വേണ്ടി ഗുരു ഇങ്ങനെയൊക്കെ കാണിച്ച് അവരുടെ അസുഖം മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗുരുവിനെ സാധിക്കാത്ത ഒരു കാര്യം ലോകത്തും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സങ്കല്പമാത്രേണ പരമേശ്വരഃ എന്ന വേദവിധി പ്രകാരം ഒരാത്മജ്ഞാനിക്ക് ഈ ലോകത്ത് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. പക്ഷേ അവരാരും അവകാശപ്പെടത്തില്ല ഞാനത് ചെയ്തു ഇത് ചെയ്തു. ഒരു ദിവസം ഞാൻ ഗുരുവോട് പറഞ്ഞു, ഒരുപാട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. ഒരു ഗുരുപൂജ ആരെങ്കിലും കഴിച്ചാൽ അന്ന് ചോറുണ്ണാമല്ലോ എന്നുള്ളതാണ്. ഒരു അരശ കരി കിട്ടി കഴിഞ്ഞാൽ വലിയ സന്തോഷമാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരു ഇങ്ങനെ കടം വാങ്ങിച്ച് അന്ന് അവിടെ ഒരു പോത്തങ്കോട്ട് മുസ്ലിമിൻ്റെ ഇടന്ന് സാധനം മേടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കടയിലുള്ള സാധനമൊക്കെ തീർന്ന് അടുത്ത കടയിൽ നിന്ന് കടം വാങ്ങിച്ചു കൊടുത്തേക്കും. കൊടുക്കാൻ ആശ്രമത്തിന് പൈസയില്ല. ചിലപ്പോൾ അങ്ങായിരിക്കും മുട്ടി വരുമ്പോൾ ഒരു കരിക്ക് വേണ്ടി കയറി വരും. പിന്നെ വന്ന് വർണ്ണശാല വരും. ഗുരുവിനെ കണ്ട് കരിക്കും കൊടുത്ത് പോകുന്നതല്ല, അദ്ദേഹം പൈസ ചോദിച്ചിട്ടില്ല. ഒരു മുസ്ലിമിൻ്റെ കടയാണ്. ഗുരുവോടും മൈദീൻ പിച്ച. എന്നിട്ട് അദ്ദേഹത്തിന് മക്കളൊക്കെ നല്ല നിലയിലായി, പിന്നെ കടമൊക്കെ വീട്ടി. അപ്പം ഞാൻ ചോദിച്ചു, ഗുരു ഇങ്ങനെ കടം വാങ്ങിച്ച് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ രോഗങ്ങൾക്ക് ശാന്തി എല്ലാം ആയിട്ട് അറിഞ്ഞ് വന്ന് നമ്മളെ സഹായിക്കാൻ ഒരാളെപ്പോലും കിട്ടുന്നില്ലോ, എന്തൊരു ഈശ്വരനിശ്ചയം ഇങ്ങനെയാണല്ലോ. അങ്ങനല്ല. നമ്മളിപ്പോൾ പറയുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു കത്തെഴുതാണ്, ഇത്രാം നമ്പർ പ്ലെയിൻ പൊങ്ങത്തില്ല എന്ന് എഴുതാം. അത് പൊങ്ങത്തില്ല. എന്ത് വിചാരിച്ചാലും അത് പൊങ്ങത്തില്ല. അഴിച്ചു മാറ്റാനേ പറ്റൂ. പക്ഷേ യവന്മാരെല്ലാം ഇനി വരും ഇത് അറിഞ്ഞാൽ. പക്ഷേ എന്താ നമ്മൾ ചെയ്യാത്തതെന്നറിയാവും? യവന്മാർ വന്നാൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളൊക്കെ അവന്മാരെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എനിക്കത് സഹിക്കത്തില്ല. നമുക്കിങ്ങനെ പോയാൽ മതി. ഈശ്വരനിച്ഛ അനുസരിച്ച് വളരേണ്ട പോലെ വളർന്നു കൊടുക്കും എന്നേ പറഞ്ഞിട്ട്. ഒരിക്കൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷമല്ല, അതിന് മുമ്പ് നടന്നൊരു സംഭവം. പോത്തങ്കോട്ടുള്ളൊരു പാർട്ടി എന്നെ കാണാൻ വന്നുകൊണ്ടിരുന്ന പാർട്ടി. അന്നൊരു പശുവുണ്ട്, ഒരു ചെറിയ കുടില ഇതൊക്കെ ഉള്ളൂ അടുത്ത്. ഒരു പശുവിനെ കുളിപ്പിച്ചിട്ടിട്ട് തലേന്ന് ഭക്ഷണം നേരെ കിട്ടിയിട്ടില്ല. അന്ന് കഴിക്കാൻ വേണ്ടി ഒരു കപ്പക്കിഴങ്ങ് ചുട്ടു വെച്ചതും കൊണ്ട് കട്ടാൻ കാപ്പി വെച്ചുകൊണ്ട് നിൽക്കുക അവരെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ വന്നവർക്ക് അത് കൊടുത്ത് ഗുരു അങ്ങ് സ്വന്തമാണ്. ഒന്നും കഴിച്ചിട്ടില്ല. എന്നാണ്ട് ഉച്ച സമയം ഈ വന്നവർ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. നമുക്കറിയാം, ഇയാളുടെ മോഹൻ്റെ അളിയൻ, പോത്തങ്കോട് മോഹൻ്റെ അളിയൻ, ട്രാൻസ്പോർട്ട് കോൺട്രാക്ഷൻ. അതൊക്കെ കൊടുത്തിട്ട് അവർക്ക് സന്തോഷമായല്ലോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു. ഇതുപോലെ ഒരാളെ കിട്ടിയാൽ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാതെ ഗുരുവിന് പറഞ്ഞയക്കാൻ സാധിച്ചിട്ടേ ഇല്ല. അവിടെ അടുക്കളയിലെ കാര്യമൊക്കെ നോക്കുന്നത് സോമനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ കൊച്ചുകുട്ടി പ്രിയ. ഇവളെന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഒരു ദിവസം ഗുരു ഇങ്ങനെ പിടിക്കടാ അവളെ എന്നൊരു കമ്പ് കൊടുത്ത് അടിക്കാനായിട്ട് പിടിച്ചു. ഉടനെ ഈ കൊച്ച് ഒരു 3 വയസ്സ് 3.5 വയസ്സേ ഉള്ളൂ.
അപ്പാ വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേ വിട്ട് കമ്പും വിട്ട് ഗുരു ചിരിച്ചു മാറിക്കണം, അടിച്ചില്ല. എടാ ഈ കൊച്ചിൻ്റെ ബുദ്ധി നോക്ക്, വിശക്കെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കത്തില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു, നോക്കുന്നു. ഇതുപോലെ പിന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എന്നെ കാണാൻ വരുന്നവർക്ക് ഒരു കപ്പയെങ്കിലും ചുട്ടുകൊടുത്ത് അവരെ വിശപ്പ് അടക്കാൻ എനിക്ക് സാധിക്കണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, താമസിക്കുന്നു, പോകുന്നു. ഇവർക്കെല്ലാം മൃഷ്ടാന്നം ആഹാരം കൊടുക്കാനുള്ളതായ ഒരു രംഗത്തെത്തി. ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, ഗുരുവിൻ്റെ ദേഹവിയോഗം വരെയുള്ള കഥയെ പറയാം. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നറിയാം? അന്ന് ചതയ ദിനം എന്തോ ആണ്, അരിപ്പുറത്ത് ഒരു ബസ് ആൾ വന്നു. ഞാനുണ്ടായിരുന്നു. അപ്പോഴേ ആദ്യമേ അവിടെ 12 മിനിറ്റ് ആരാധന കഴിഞ്ഞാൽ ഉടനെ കൊച്ചുങ്ങളാണ് വരുന്നത് പ്ലേറ്റുമായിട്ട്. അവർക്ക് കൊടുത്തിട്ടേ മറ്റാരും കൊടുക്കും. ഗുരു പിന്നെ ഭക്ഷണം കഴിയും. അപ്പോൾ ഈ കൊച്ചുങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് അപ്പോൾ പറഞ്ഞിട്ടാ നീ കുഞ്ഞുങ്ങളോട് നിൽക്കാൻ പറ, ഒരു ബസ്സിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരാ നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10-60 പേരുണ്ട്, അരുവിക്കരയിൽ നിന്ന് അരുവിപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത്, അവർക്ക് ചോറ് കൊടുക്കാൻ പറയുന്നു. അപ്പം ഞാനുണ്ടെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കൊടുക്കാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ സോമനോട് പറഞ്ഞു ഈ വന്നവർക്ക് ചോറ് കൊടുക്കാൻ ഗുരു പറഞ്ഞു. സോമൻ വിശ്വാസമില്ലാഞ്ഞ് ഓടി ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞാൽ എടാ പറ, അവൻ പറഞ്ഞോളൂ കേൾക്ക് പോകുന്നു പറഞ്ഞ് തിരിച്ചയച്ചു. അവർക്ക് ചോറ് കൊടുത്തു. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ണണം, വിശേഷ വന്നവരുണ്ണണം, അവിടെ ഉള്ളവരുണ്ണണം. ഒരു വട്ടി ചോറുണ്ട്. സോമ എന്നോട് സാധാ ഇത്രയും ചോറുണ്ട്, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാനുണ്ടെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി. എന്താണെന്ന് ചോദിച്ചു. ചോറില്ലല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല ഗുരു, ഒരു വട്ടി ചോറുണ്ട്, നീ വാ. എന്നെയും വിളിച്ചുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്ന ഹാളിൽ ചെന്ന് ഗുരു അത് തിട്ടയുടെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്ന് ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തോർത്തിട്ടുണ്ട്. ചോറ് വിളമ്പടാന്ന് പറഞ്ഞു. കൊച്ചുങ്ങളൊന്നിരുന്ന് അവർക്കെല്ലാം ചോറ് കൊടുത്ത്, അവിടെ വന്നവർക്ക് കൊടുത്ത്, അവിടെ ഉള്ളതെല്ലാം ചോറുണ്ടോ. പിന്നെ ഒരാൾക്ക് ഉണ്ണാനുള്ള ചോറ് ആ വട്ടിയിലുണ്ട്. ഒരു വട്ടി ചോറ് 4-5 പേർക്ക് ഉണ്ണാനുള്ള ചോറേ കാണും. ഇത്രയും ആളുകൾ ആഹാരം കഴിച്ചു. ഇതിനെന്തോ മറുപടി പറയും? ഞങ്ങൾ ഒക്കെ കണ്ണ് നിറഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം ഈ 3-4 കിണറുണ്ട് ആശ്രമത്തിൽ. പക്ഷേ വെള്ളത്തിന് ഷോർട്ടേജ് വരും. അപ്പോൾ പൂജയ്ക്ക് ആയുർവേദ മരുന്നുണ്ടാക്കാനും ഒരു കിണറ്റിൽ വെള്ളം എടുക്കും. ഇന്ന് വെള്ളം ഇറക്കാതെ എടുക്കത്തില്ല. അപ്പോൾ വൈദ്യർക്ക് ഇയാളൊന്ന് കൃഷ്ണൻ വൈദ്യർ എന്ന് പറഞ്ഞാൽ സാറേ വെള്ളമില്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഗുരുവിണ്ടിരുന്നു. കിണറ്റിൽ വെള്ളമില്ല അല്ലയോ? ഞാൻ പറഞ്ഞില്ല ഗുരു, എന്താ നീ വാ. എന്നെ വിളിച്ചുകൊണ്ട് കിണറ്റിൻ്റെ പേര് ചെന്നിട്ട് കിണറ്റിലോട്ടൊന്ന് നോക്കി. കൃഷ്ണൻ വൈദ്യരും കൂടെ ഉണ്ട്. വെള്ളം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കിണറിൻ്റെ 3/4 ഭാഗം വെള്ളം. വൈദ്യർ ഓടിക്കളഞ്ഞു. ഗുരു വന്നു പോയി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ പോത്തങ്കോട്ട് ഇറങ്ങി ഗുരുവിൻ്റെ അടുത്തിരുന്നു. ഗുരു ഉടനെ പർണശാലയിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഒരു പിടി ഭസ്മം തന്നിട്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ ധ്യാനമണ്ഡപത്തിൽ ഒരാൾ കിടപ്പുണ്ട്, നമ്മുടെ ചിത്സ്വരൂപം സാധനം, അത് അവന് ഇട്ടുകൊടുന്നു പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുക, ഒരനക്കവും ഇല്ല. ഞാൻ ഉടനെ ഈ ഭസ്മം ഇങ്ങനെ തല ഇങ്ങനെ ഇട്ട് കൊടുത്തു. 2 മിനിറ്റ് കണ്ണു തുറന്നിട്ട് എന്നോട് പറയണം, സാറ് പോത്തങ്കോട്ട് ഇറങ്ങി ആശ്രമത്തിൽ വരുന്നു, ഗുരുവിൻ്റെ അടുത്ത് പോകുന്നതും കയ്യിൽ എന്തോ തരുന്നതായിട്ട് നടന്ന് എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നിന്നാ? ശരീരം വിട്ടിട്ട് മാറി. ആൾ പോയി കിടക്കി, നമ്മൾക്ക് അറിയുന്നില്ല കണ്ടിട്ട്. എന്നിട്ട് എണീറ്റിരുന്ന് ഒരു വേർപ്പ് കഴിയും. അപ്പോൾ എന്താ ചെയ്യുന്നു മനസ്സിലാക്കേണ്ടത്? മരിച്ചവരെ ജീവിപ്പിക്കുന്നതും ഗുരുവിൻ്റെ പ്രശ്നമായിരുന്നില്ല. ഇതുപോലെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സങ്കടമുള്ള കാര്യം, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വളരെയേറെ ഹൃദയം പൊട്ടുന്ന ഭാഷയിലേ പറയാൻ പറ്റുന്നുള്ളൂ. ഒരൊറ്റ മനുഷ്യൻ ഗുരു ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. മനസ്സിലാകുന്നുണ്ടോ? പിന്നൊരു സന്ദർഭത്തിൽ ഞാൻ ഗുരുവോട് പറഞ്ഞു, ഗുരു, രാമകൃഷ്ണദേവനെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ വിവേകാനന്ദ സ്വാമികൾ വന്നു. അതുപോലെ ഗുരുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ശിഷ്യനെ നമുക്ക് കിട്ടുന്നില്ലല്ലോ, സങ്കടമുണ്ടെന്ന് പറയുന്നു. 2 മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് ശരിയാണ്, പക്ഷേ അതിനൊരു കാര്യമുണ്ട്. 360 വർഷം കഴിയുമ്പോൾ ജനിക്കുന്ന ആളുകളെല്ലാം ഗുരുവിനെ അറിയും. നിങ്ങളൊക്കെ എന്ത് ചിന്തിച്ചു എന്നവരറിയുന്നവരാണ് വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഗുരുവിൻ്റെ ജീവചരിത്രം ഒന്ന് എഴുതട്ടെ ചോദിച്ചപ്പോഴും പറഞ്ഞ മറുപടി ചേർത്ത് പറഞ്ഞതാണ്. അന്ന് വരുന്ന ആളുകൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, എന്താ നിങ്ങളൊക്കെ ചിന്തിച്ചവരറിയുന്നവരാണ്, അത് അങ്ങനെ അറിഞ്ഞാൽ മതി, അല്ലാന്ന് പറഞ്ഞാൽ ഇതൊക്കെ മണ്ണാങ്കട്ട പോട്ടളാന്ന് പറഞ്ഞു. ഇന്നത് സംഭവിച്ചിരിക്കുക. പിന്നെ ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ നീ അവരോട് വഴക്ക് നിൽക്കരുത് എന്ന് പറയും. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ 80 തൊട്ട് തന്നെ 81 ആ കാലം തൊട്ട് തന്നെ ഗുരു ഇങ്ങനെ പറയുമായിരുന്നു, നീ അവരോട് വഴക്കിന് നിൽക്കരുത്. ആരോടാണെന്നറിയാൻ എന്തോ വഴക്ക് എനിക്കറിഞ്ഞു. അങ്ങനെ ഏതാണ്ട് അവസാനം അന്ന് ഞാൻ 2:30 എത്തുന്നത്, ഗുരു 9:15 പോയല്ലോ. ഈ എപ്പോൾ അടുത്ത് വന്നാലും സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും, നീ അവരോട് വഴക്ക് നിൽക്കുക, ആരാന്നറിയുന്നത്. വേറെ കൂടുതൽ പറഞ്ഞിട്ടില്ല. അത് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം മനസ്സിലായി. ഇതുപോലെ വളരെ 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 മുൻകൂട്ടി വരുന്ന പിന്നൊരു ദിവസം എന്നോട് പറഞ്ഞാൽ, രാവിലെ ഒരു 8-9 മണിയാണ്, ഞാൻ ആശുപത്രി അടുത്താണ് താമസിക്കുന്നത്.
പത്തനാപുരത്ത് പോയിട്ട് ഡോക്ടർ ഉണ്ടല്ലോ ഭദ്രാക്ഷൻ, അവനെ വിളിച്ചുകൊണ്ട് 2 മണിക്ക് മുമ്പേ എത്തണമെന്ന് പറഞ്ഞു. ഞാനുണ്ടേ വെഞ്ഞാറമൂടി പോയി അടുത്ത വണ്ടി ഇട്ട് ഞാനായതുകൊണ്ട് 10-11 മണിയായപ്പോൾ പത്തനാപുരത്തെത്തി. ഭയങ്കര പ്രാക്ടീസാണ്. അപ്പം ഞാൻ ചെന്നറിഞ്ഞുകൊണ്ട് എന്നെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പ്രാക്ടീസ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗുരു പറഞ്ഞിരിക്കുന്നു ആശ്രമത്തിൽ വരണം, 2 മണിക്ക് മുമ്പ് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറേ ഇത്രയും ആളിനെ ഞാൻ പറഞ്ഞയക്കാതെ എങ്ങനെ വരും? ഞാൻ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ, ഇതാണ് ഗുരു പറഞ്ഞത്, ഞാൻ വന്നോളാം. ശരി. ഞാൻ ഇറങ്ങിയപ്പോൾ ഉടനെ ട്രിവാൻഡ്രത്തുകൊണ്ട് വണ്ടി കിടക്കുന്നു. ഞാനതിൽ കയറി വെഞ്ഞാറമൂട്ടിലിറങ്ങി ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 1:30 മണി. സെക്രട്ടറി സ്വാമിയും ഗുരുവും വാതിൽക്ക് നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇനി വന്നല്ലയോ എന്ന്. ഞാൻ വിഷമിച്ചു പോയി, കാരണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, വിവരം അറിയിച്ച് ഞാൻ ഇനി വന്നു. സാരമില്ല എന്നും പറഞ്ഞു. ഞാൻ പിന്നെ അപ്പോൾ എന്നോട് സെക്രട്ടറി ചോദിക്കൊണ്ട് നിങ്ങൾ ഊണ് കഴിച്ചു വന്നു. അപ്പോൾ ഗുരു പറയാം, അവൻ ഊണ് കഴിക്കാൻ അല്ലടാ പോരെന്ന്, കാരണം 1:30 മണിയായില്ലേ. പിന്നെ ഞാൻ ആശ്രമത്തിൽ കയറി ഭക്ഷണം കഴിച്ച് 2 മണിയായപ്പോൾ അവിടെ ഡോക്ടർ ഭദ്രാക്ഷന് ബാലൻസ് പോയി, വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങി. പിടിച്ച് കെട്ടി അളിയന്മാരെല്ലാം അവിടെ കാറിനകത്തിട്ട് ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ ഒരാഴ്ച നിന്നിട്ടാണ് പോയി, ഭേദമായി പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് അസുഖം വരാൻ പോകുന്നു എന്ന് എങ്ങനെ അറിയും? ഇതുപോലെ പറയാൻ തുടങ്ങിയാൽ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നെയ്യാറ്റിൻകര ഒരു അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു നമ്മുടെ പീതാംബര സാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയസ്സിലെന്തോ അസുഖമുണ്ട്. എന്നോട് പറഞ്ഞു, സാറേ ലീലയ്ക്ക് സ്വാമി ഓപ്പറേഷൻ നടത്താൻ വിഷമം പേടിയുണ്ട്, ഗുരുവിനോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പീതാംബര സാർ ഒരു കാര്യം ചെയ്യും, അദ്ദേഹവും ഭാര്യയും കൊണ്ട് വൈകിട്ട് ഇനി വരാൻ പറയാൻ ഒരു ദിവസം. വൈകിട്ടൊന്ന് അവിടെ തന്നെ കെട്ടിടത്തിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറയുന്നു. ഗുരു 4-4:30 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരവിടെ വന്ന് നിന്ന് അപ്പം ഗുരു നടക്കുന്നുണ്ട്. പീതാംബര സാർ എന്നോട് പറഞ്ഞു, സ്വാമി ഗുരു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരസുഖം മാറി. മനസ്സിലായില്ലേ? ശരീരത്തോടാതെ സർജറി നടത്തിയതാണ്. ഇതുപോലെ പറയാൻ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് KP വൈദ്യർ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ കൂടെ നേരത്തെ ഉണ്ടായ ഒരാളുണ്ട്. അദ്ദേഹം പണ്ഡിതനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, പക്ഷേ പിന്നെ നല്ലൊരു വൈദ്യരാണ്. ഇദ്ദേഹം ഈ മരുന്ന് ഇത് മകളെ കല്യാണം കഴിച്ച് കറ്റാനത്താണ്. ഇവിടെ റോഡ് സൈഡിൽ ഒരു വീടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ദൈവമേ എനിക്കെല്ലാം മതി എന്നും പറഞ്ഞ് ആശുപത്രി ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ ആരോ പറഞ്ഞു, വൈദ്യർക്ക് മരുന്നൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല, കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒട്ടിക്കാൻ പറയും. ഗുരു പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കറ്റാനത്ത് ഒരു വൈദ്യശാലയൊക്കെ തുടങ്ങി. ഇതിന് മരുന്ന് വളരെ ശ്രേഷ്ഠമാണ്. ഒരു 5 പൈസ കൊടുത്ത് രാസനാദിപ്പൊടി വാങ്ങിക്കാൻ പോലും ഒരു ആഴും വരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഗുരു അതിൽ വന്നപ്പോൾ അവിടെ കയറി, എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, അയ്യോ സ്വാമി 5 പൈസ പോലും വിൽക്കുന്നില്ല, ദൈവത്തിനോടെല്ലാം മതിയെന്നില്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെ കിട്ടും? മനസ്സിലാകുന്നുണ്ടോ? ഇനി എനിക്കൊന്നും വേണ്ട, എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു ഒക്കെ ആയി എന്ന് പറഞ്ഞ് ഇത് ദൈവത്തോട് ദൈവം ഇനി എനിക്കൊന്നും വേണ്ടാന്ന് പറയും. ഗുരു ചോദിച്ച്, ദൈവത്തോടൊന്നും വേണ്ടാന്ന് പറഞ്ഞല്ല പിന്നെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. ഈ KP വൈദ്യർ പറഞ്ഞ്, പിന്നെ നമ്മുടെ സെക്രട്ടറിയൊക്കെ പറഞ്ഞ് എനിക്കറിയാം, ശാരദാമഠത്തിലെ പ്രതിഷ്ഠ കൊല്ലം ശാരദാമഠത്തിലെ പ്രതിഷ്ഠ നടത്തി ഗുരുവാണെന്ന് പറഞ്ഞ് കേട്ടെൻ്റെ അറിവുണ്ട്. ആ സമയത്ത് ഗുരു ശിവഗിരി സമാധി പൂജ ചെയ്യുകയാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഗുരു പറഞ്ഞല്ല, KP വൈദ്യർ പറഞ്ഞു, സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു അറിവുണ്ട്. ഗുരുവാണി ഇവിടെ കേൾക്കുമ്പോഴും ഗുരു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവിടെ ശ്ലോകം ചൊല്ലിയപ്പോൾ, പ്രതിഷ്ഠയുടെ കാര്യം പറയുന്നില്ല, ശ്ലോകം ചൊല്ലിയപ്പം ചിന്നക്കട നിന്നവർ വരെ തിരക്കി ആരാന്നറിയാൻ വന്നിരുന്നു. അതായത് ഗുരുവിൻ്റെ ശബ്ദം വളരെ ആകർഷണീയമായ ശബ്ദമായിരുന്നു. അപ്പോൾ ഈ ദൈവദേശമൊക്കെ പാടുന്ന കണ്ടാൽ ആളുകളിങ്ങനെ ഇതായിപ്പോവും. അങ്ങനെ ഈ തട്ടർ നിറച്ച് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. ആൾ വന്നത് കേട്ടുകഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കാൻ പോകത്തില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ലോകം കീഴടങ്ങും. അല്ലാതെ നമ്മളൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്നേഹം കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ ഗുരുവിൻ്റെ സ്നേഹം, കാരുണ്യം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ 100,000 ഇരട്ടിയല്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഇപ്പോൾ ഇന്ന് വിനായക് സാറ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വിനായക് സാറിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടും ഗുരുവിനെ കണ്ടതൊക്കെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സദ്ഗുരു ശരണം.